സ്വന്തം അന്നുവരെ ഉണ്ടാക്കിയ മുഴുവൻ സംഗതികളും ആ മക്കയുടെ മണലാരണ്യത്തിൽ വലിച്ചെറിഞ്ഞുകൊണ്ടാണ് മദീനയിലേക്ക് പ്രവാചകനും സഹാബത്തും ഹിജറ പോകുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എല്ലാം വെടിഞ്ഞുകൊണ്ടാണ് മദീനത്തേക്ക് പോകുന്നത്. ആ മദീനയിൽ ചെന്ന് ഒരു സ്വസ്ഥമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഇവിടെയും നിങ്ങൾക്ക് സ്വൈരം നൽകുക എന്ന് പറഞ്ഞുകൊണ്ട് മദീനയിലേക്കും അവർ പടപ്പുറപ്പാടുമായി കടന്നു വരികയും അങ്ങനെയാണത് ബദർ യുദ്ധത്തിൽ കലാശിക്കുകയും പിന്നീട് ഉഹുദിലൂടെ ഖന്തക്കിലൂടെ എത്രയെത്ര യുദ്ധങ്ങളിലൂടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നുപോയിട്ടുള്ളത്. എന്തേ കാര്യം? പ്രവാചകൻ ആരുടെയെങ്കിലും പണം മോഷ്ടിച്ചോ? ഏതെങ്കിലും സ്ത്രീയെ കയറി പിടിച്ചോ? എന്തെങ്കിലും ആ സമൂഹത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കിയോ? ഇല്ല. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു എന്ന ഒരൊറ്റ കാര്യമേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിട്ടുള്ളൂ. അത് ചെയ്തതിന്റെ പേരിലാണ് ഈ പ്രയാസങ്ങളും പീഡനങ്ങളും പരിഹാസങ്ങളും എല്ലാം പ്രവാചകന് ഏൽക്കേണ്ടി വന്നത് എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള ചരിത്രം.